നിങ്ങൾ ഭാഗ്യവതിയുടെ ആരാണ്? ഞങ്ങൾ ഏട്ടനനിയന്മാരുടെ മക്കളാണ്. എനിക്ക് ചെറിയച്ഛനായിട്ട് വരും. ചെറിയച്ഛനായിട്ട് വരും. ആ, കൃഷ്ണേട്ടൻ ഈ വിഷയമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അറിയണ വിഷയം പറഞ്ഞ് ഇവിടെ കുറേ താമസിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ചേച്ചിൻ്റെ വീട്ടിൽ സ്ഥലത്തിൽ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഈ ഇവളുടെ ചെയ്യില്ല പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ ഞാൻ സംസാരിക്കാൻ പോയില്ല. ഞാൻ പെണ്ണുങ്ങളെ വെച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണോ പറഞ്ഞാൽ ഇവിടെ വേണ്ട, ഈ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മുടുക്കി വിട്ടാണ്. ഇവിടെ നിന്ന് മുടുക്കി വിടാൻ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെയും പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്. എനിക്കും പെൺകുട്ടികളുണ്ട്, വേറെയും പെൺകുട്ടികളൊക്കെ ഉണ്ട്. അത് കാരണം ഇവളുടെ പോക്ക് ശരിയില്ല. അത് കാരണം ഞങ്ങൾ ഇവിടെ വേണ്ട, നീ നിൻ്റെ സ്ഥലത്ത് അവിടെ പോയിട്ട് ഇരുന്നോ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് ഈ വലിയ കുട്ടി മരിക്കുമ്പോൾ ഞാനും മധു പറഞ്ഞാലും ഒരേ സ്ഥലത്താണ്. ഭാരതി ഗ്യാസ് പറഞ്ഞിട്ട് ഇവിടെ ആലാമരത്തിൽ ആ ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്യണം. ഞാൻ കമ്പി കളിക്കുന്ന ആൾ, മധു മുകളിൽ സെൻറ്ററിങ് പണിയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും നേർ കാണാം. ഇവൻ രണ്ടാം നിലയിലാണ് നിൽക്കുന്നത്, ഞങ്ങൾ നേരെ താഴെ. കമ്പി വളച്ച് കൊടുത്തിട്ട് കയറ്റി വിട്ടാൽ അവർക്ക് അവിടെ മുകളിൽ പണിയെടുക്കാൻ പറ്റും. അന്ന് കമ്പിയില്ലാതെ കാരണം 3 മണിക്ക് കോൺട്രാക്ട് സാറ് വന്നിട്ട് പറഞ്ഞു, ശരി നാളേക്കേ കമ്പി വരുള്ളൂ, നിങ്ങൾ പൊയ്ക്കോളയും പറഞ്ഞ് എല്ലാവർക്കും 500 10 ദിവസം തന്നു. മധു നേരെ ഇങ്ങോട്ട് വന്നു. ഞാനപ്പോൾ അവിടെ കാര്യം ഉണ്ടായിരുന്നു ആലാമരത്തിൻ്റെ അവിടെ. ആ കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. ഇവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ട് വീട്ടിലെത്തുമ്പോഴാണ് പറഞ്ഞ് ഭാഗ്യവതിൻ്റെ മൂത്ത മകൾ തൂങ്ങി മരിച്ചെന്ന് പറയുന്നു. ഞാൻ ഇവിടെ വന്ന് തുണി മാറ്റി അപ്പം തന്നെ അങ്ങോട്ട് പോയി നോക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്, വേറെ ഇതൊന്നുമില്ല. പിന്നെ ആൾക്കാരും പറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പം ഞാൻ ചുറ്റുപാടും ഇതൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു 3-4 ചാക്ക് കുപ്പിയുണ്ടാവും. 1/2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയും. ഈ വ്യക്തിയും ഞാനും കൂടെയാണ് ഇതിനെ പെറുക്കിയൊക്കെ കളഞ്ഞത്, ഈ രാജൻ പറഞ്ഞാൽ. അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു 10-15 ആൾക്കാർ ചീട്ട് കളിച്ചതിൻ്റെയും ഇതിൻ്റെയൊക്കെ തൂക്കിങ്ങനെ വെച്ച് ഇരുന്നിട്ട് ഒരു 8-9 ചീട്ടുകെട്ടും ഉണ്ടാവും അവിടെ. അതാണ് നേരിട്ട് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഒരു 6-6:30 മണിയാകുമ്പോൾ വാളയാർ പോലീസുകാർ വന്നു. ഈ ചീട്ട് കളിക്കുന്നതിൽ ഈ ഷാജിയും ഷിബൊക്കെ ചീട്ട് കളിക്കാറുള്ള വ്യക്തികളാണോ? അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവരൊക്കെ ചീട്ട് കളിക്കുന്ന ആൾക്കാരാണ്. ചീട്ടും ബീഡിയും കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഷാജിയും ഷിബു. എല്ലാവരും ചീട്ട് കളിക്കാൻ പുറമേ നിന്ന് ആൾക്കാർ വരാറുണ്ടോ, അതറിയോ? പുറമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിരിക്കുന്ന ഇവിടെയും അവിടെ ഇരിക്കുന്ന ഒരു 1.5 കിലോമീറ്ററിൻ്റെ അപ്പുറമാണ്. പിന്നെ നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഈ വൃത്തികൾ കാണിച്ചപ്പോഴാണ് ഇവിടുന്ന് വേണ്ട വെച്ചിട്ട് മുടുക്കിയത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ കൂട്ടത്തോടെ ഇരിക്കുമ്പോഴും ഇതുപോലെ ചീട്ടുകളി ഉണ്ടായിരുന്നു. അത് പലരും ടൗണിൽ നിന്ന് വന്നിട്ട് കളിക്കുക. ഈ കൽമണ്ഡലത്തുനിന്നും പാലക്കാട് നിന്നൊക്കെ ഇവിടെ കൊടുത്ത പണിയെടുക്കുന്ന സെൻട്രിങ് പണിക്കാരും മേസന്മാരൊക്കെ വരും. ഇവിടെ വന്ന് വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് കളിയും പാട്ട് പാടലും ഇതൊക്കെ ആയപ്പോൾ ഇവിടെ ഇങ്ങനെയാണോ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കില്ല, ഇവിടെ നിന്ന് സ്ഥലം വിട്ടാൽ അങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. അതായത് തനിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അവൾ എന്നെ അടക്കം കൊല്ലാൻ കൂടെ മടിക്കില്ല, അത്രയ്ക്കും അങ്കരം പിടിച്ചവളാണ് അവൾ. ഈ മൂത്ത കുട്ടി മരിച്ചതിന് ശേഷം രണ്ടാമത്തെ കുട്ടിയെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ. രണ്ടാമത്തെ കുട്ടീനെ ചാക്കോ പറഞ്ഞ SI ആരാണോ ഇവിടുത്തെ മെയിനായിട്ടുള്ള ആൾ പറഞ്ഞപ്പോൾ ആ ബാബു വേണം മുമ്പാത്ത് നിന്നത്. അപ്പോൾ ബാബു എന്ത് പറഞ്ഞു, സാറേ സ്റ്റേഷനിലേക്ക് വരുവാണെന്ന് പറഞ്ഞു, എൻ്റെ പുറത്തൊരു കൂട്ടം കൂടെ ആൾ വേണം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ആളിനെ വിളിച്ചോളയും പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുകയായിരുന്നു. ഇതാ കൃഷ്ണേട്ടൻ വീടിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ കൃഷ്ണേട്ടനെയും വിളിച്ചിട്ട് ഞാൻ കുട്ടിനെയും വിളിച്ചിട്ട് വരാൻ ബാബു ശരി പറഞ്ഞ് 3-ാം ദിവസം ഞങ്ങളങ്ങോട്ട് പോയിട്ട് കുട്ടിനെ കുളിക്കാൻ പറ്റില്ലല്ലോ, തല കഴിയാണ്ട് കുളിക്കാൻ പറ്റില്ല. അപ്പം തല മാത്രം ചീപ്പിക്കാൻ മതി, ഈ ഉടുപ്പൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു. ആ കുട്ടി പോയി തുണിയും മാറ്റിയിട്ട് വന്ന് തലയിൽ കയറ്റി ബൈക്കിൽ കയറ്റി എത്തിയ സമയത്ത് ഇവിടെ ഇറങ്ങി വന്നിങ്ങോട്ട് എന്ത് പറഞ്ഞു, എൻ്റെ മകളിനെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് പോകണം. എൻ്റെ മകളെ ഏത് മൈറ്റിലും അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്
എന്നെ തള്ളി വിട്ടുകൊണ്ട് കുട്ടീനെ കൈ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾ തല്ലിയിട്ടാണ് കൊണ്ടുപോയത്, കുട്ടീനെ വിളിച്ചു തള്ളിയിട്ട്. ആ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ മകളെ കൊണ്ടുപോയില്ല? ഇല്ല, കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ മൊഴി കൊടുത്താണെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയാൻ അറിഞ്ഞിട്ടുണ്ടാവും. അതിന് ഇവിടെ അനുവദിച്ചില്ല, ഭാഗ്യവതി അനുവദിച്ചിട്ടില്ല. ഇയാളടക്കമുണ്ട് എൻ്റെ അടുത്തന്നെ. പിന്നെ അതിന് ശേഷം ഈ മൂത്ത കുട്ടിയുടെ മൃതശരീരത്തിൽ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ. കണ്ടെന്ന് പറഞ്ഞത് അതിൻ്റെ പിറ്റേ ദിവസം വനിതാ പോലീസുകാർ വന്ന് അതിന് രാത്രി തന്നെ കുട്ടീനെ ഇറക്കി കട്ടിലേക്ക് കിടത്തി, തൂങ്ങണ കുട്ടീനെ ഇറക്കിയിട്ട് കട്ടിലേക്ക് കിടത്തി. പിറ്റേ ദിവസം ഞാനപ്പോൾ പോലീസുകാരുടെ അടുത്ത് ചോദിച്ചു, സാറേ കുട്ടീനെ ഒന്ന് കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. അപ്പോഴാണ് SI പറഞ്ഞത് അയാൾ കുട്ടീൻ്റെ മുത്തച്ഛനാണ്, കണ്ടോട്ടോ. അപ്പോഴാണ് ഞാൻ ഈ മാറിൻ്റെ ഇടന്ന മാറുവിൽ ഒരു തീപ്പൊള്ളിയുമായൊരു പാടും തൊടയിലൊരു പാടും കണ്ടത്. ഈ തീ പൊള്ളിയെന്ന് പറയുമ്പോൾ എങ്ങനെ പൊള്ളിയതായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? അതിൽ എൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ഒരു വീടി കത്തിച്ചിട്ട് കുത്തിയമ്മയിലുള്ള പാടം, അല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. വീട് വലിച്ചിട്ട് തീ പൊള്ളിച്ചത് കമ്പി വെച്ചാണ് പറഞ്ഞാൽ നീളത്തിലുള്ള ഉണ്ടാവുക. അതെ, ഇത് നമ്മൾ നെറ്റി പൊട്ട് വെച്ച മാതിരിയാണ് ഉണ്ടാകുന്നത്. മാറിടത്തിലും തൊടയിലും വലത് തൊടയിലും ഇടത് മാറിലും. പിന്നെ ഈ വീട് വലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ വീട് വലിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങളുടെ അറിവിൽ? അവിടെ വീട് വലിക്കുന്നത് ശിവവും വലിക്കും, സാജിയും വലിക്കും, രണ്ടുപേരും വലിക്കും.